പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ രാംനാഥ്. നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇന്നൊരു പുതിയൊരു സീരീസ് തുടങ്ങാൻ പോവുകയാണ്. പുതിയ സീരീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആസ്ക് ടു കസ്റ്റമേഴ്സ് എന്നാണ്. ആസ്ക് ടു കസ്റ്റമേഴ്സിന്റെ ഭാഗമായിട്ട് നമ്മൾ ഒരു ആളെ പരിചയപ്പെടാൻ പോവുകയാണ്. ഫസ്റ്റ് ഞാൻ ആസ്ക് ടു കസ്റ്റമർ എന്താണെന്നുള്ള കാര്യം പറഞ്ഞുതരാം. ഞാനിപ്പോൾ ഇതുവരെ ചെയ്തു വരുന്നത് ഓട്ടോമൊബൈൽ കണ്ടന്റ് ആണ്. അപ്പോൾ ഓട്ടോമൊബൈൽ കണ്ടന്റുമായിട്ട് റിലേറ്റ് ചെയ്ത് നമ്മൾ ഓരോ കസ്റ്റമേഴ്സിനോട് അവരെടുക്കുന്ന വാഹനത്തിനെ കുറിച്ച് ഒരു 10-20 മിനിറ്റിന്റെ ഒരു വീഡിയോ നമ്മൾ എടുക്കും. ആ ഒരു വീഡിയോയിൽ ഉൾക്കൊള്ളിക്കുന്ന കാര്യം എന്ന് പറയുന്നത് നമ്മൾ അവരെ യൂസ് എക്സ്പീരിയൻസ്, അതുപോലെ തന്നെ സർവീസ്, അതുപോലെ തന്നെ പുതുതായിട്ട് എടുത്ത വണ്ടിയുടെ ബാക്കിയുള്ള ഫീച്ചേഴ്സ്, അങ്ങനെ വരുന്ന വണ്ടികളുടെ കാര്യവും ബാക്കിയുള്ള എക്സ്പീരിയൻസും എല്ലാം കൂടെ ചേർത്താണ് നമ്മൾ ഈ ഒരു വീഡിയോ ചെയ്യാൻ പോകുന്നത്. അതാണ് ആസ്ക് ടു കസ്റ്റമേഴ്സ്. അപ്പോൾ ആസ്ക് ടു കസ്റ്റമേഴ്സിന്റെ ഭാഗമായിട്ട് എൻ്റെ ഒരു പരിചയത്തിലുള്ള ഒരു ചേട്ടൻ്റെ ഒരു വണ്ടിയുടെ ഒരു വീഡിയോ നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. വണ്ടി ഏതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ MG കോമറ്റ് ആണ്. MG കോമറ്റിനെ കുറിച്ചുള്ള വിശേഷങ്ങളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോ കൂടെ പരിചയപ്പെടാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് ബാക്കിയെല്ലാം ചേട്ടനോട് ചോദിച്ച് അറിയാം. അനിസേട്ടാ, വെൽക്കം ടു അവർ വീഡിയോ. ഓക്കെ, അപ്പൊ നമുക്ക് നമ്മുടെ സീരീസിലേക്ക് കിടക്കാം. നമുക്ക് ബാക്കിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും ചോദിച്ചറിയാം. ചേട്ടാ, വെൽക്കം ടു ദ ഷോ. ഓക്കെ, ഇപ്പൊ എങ്ങനെയുണ്ട് നമ്മുടെ MG കോമറ്റ്? എത്രയും നാൾ യൂസ് ചെയ്തിട്ട്? വണ്ടി ഞാനിപ്പോ 6 മാസമായി. 6 മാസമായി. 11,000 കിലോമീറ്റർ. 6 മാസം കൊണ്ട് 11,000 കിലോമീറ്റേഴ്സ്. എങ്ങനെയുണ്ട് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ? വണ്ടി ഡെയിലി യൂസ്, ഞാൻ ലോങ് പോകുന്നുണ്ട്, സിറ്റി യൂസ് ചെയ്യുന്നുണ്ട്. മെയിൻ ആയിട്ട് സിറ്റി ഡ്രൈവിനാണ് നമ്മളെ വണ്ടി കൊണ്ട് മെയിനായിട്ട് ഇപ്പൊ എനിക്ക് ഇലക്ട്രിക് സ്കൂട്ടർ ആയിരുന്നു മെയിൻ. അതൊരു 62,000 കിലോമീറ്റർ യൂസ് ചെയ്തു. 4 വർഷം. ഫസ്റ്റ് ഒരു ഏതറിന്റെ ഒക്കെ കസ്റ്റമേഴ്സ് ആയിരുന്നല്ലേ ആദ്യത്തെ ഒരു ട്രിവാൻഡ്രം ഫസ്റ്റ് ഏതറിന്റെ ഒക്കെ കസ്റ്റമേഴ്സ് ഒക്കെ ആയിരുന്നു. ഇവിടെ ഷോറൂം ഇല്ലായിരുന്നു. ഞാൻ വണ്ടി എടുക്കുന്നു അന്ന് 8 വണ്ടി അന്ന്. അതുപോലെ തന്നെ ട്രിവാൻഡ്രത്ത് ഏതർ 450X. അതെ, നമ്മൾ ചേട്ടൻ എടുത്ത ടൈമിൽ ട്രിവാൻഡ്രത്ത് ആകെ 8 ഏതറേ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇഷ്ടം പോലെ ഏതർ ആയിരിക്കുകയാണ്. അപ്പം ഏതറിന്റെ ഒരു ഫസ്റ്റ് കസ്റ്റമറും കൂടെയാണ്. ഓക്കെ, അപ്പം ഓൾറെഡി ഒരു EV യൂസർ ആണ് അല്ലേ? അപ്പൊ അത് വെച്ചിട്ട് നമ്മൾ നോക്കുകയാണെങ്കിൽ ഇപ്പൊ ചേട്ടൻ ഇപ്പൊ ഏതർ ചെയ്യുന്ന ഡയറക്റ്റ് ഇപ്പൊ MGയിലേക്കാണ് വന്നത്. അതൊരു 4 വീലറിലേക്കാണ് വന്നിരിക്കുന്നത്. റിസ്ത എടുത്തിട്ടുണ്ടായിരുന്നു. ഓക്കെ, അപ്പൊ റിസ്ത എടുത്തിട്ടുണ്ട്. അപ്പൊ 2 വണ്ടിയാണ്, ഏതറിന്റെ തന്നെ 450X, ഏതറിന്റെ ഫാമിലി ഇലക്ട്രിക് സ്കൂട്ടറായ റിസ്ത. അത് കഴിഞ്ഞത് MG കോമറ്റിലേക്കാണ് വന്നിരിക്കുന്നത്. ഇതേപോലെ കണ്ടിന്യൂസ് യൂസ് ചെയ്യണമെന്നുള്ള എടുത്തത്. ഒരിക്കൽ ഞാനും മകനും കൂടെ പോയപ്പോഴാണ് ഫ്രണ്ട് മുൻപത്തിയാണ് പോയത്. അത് സ്റ്റോപ്പ് ചെയ്ത സമയത്ത് എനിക്ക് കോളേജ് സ്റ്റോപ്പ് ചെയ്ത സമയത്ത് ആക്സിഡന്റ്. ഞാൻ സേഫ്റ്റി കൺസേൺ വെച്ച് ഞാൻ പിന്നെ വിചാരിച്ചു സ്കൂട്ടർ വേണ്ട. അങ്ങനെ ഒരു കാറിലോട്ട് ഞാൻ ചിന്തിച്ചു തുടങ്ങി. ഒരു സ്കൂട്ടറായിട്ട് അടുത്തിരിക്കുന്ന ഒരു എന്ന് പറയാം വേറെ വണ്ടി ഉണ്ട് ചേട്ടൻ? അപ്പം വേറെ കാറുണ്ട്. ടൈമില് ബ്രീസ ഉണ്ടായിരുന്നു. പറയുമ്പോൾ നമ്മൾ കൺവീനിയൻസ് നോക്കുമ്പോൾ കുറച്ചുകൂടി യൂസർ ഫ്രണ്ട്ലി ആണ് ഒരു സ്കൂട്ടറാണ് നമ്മൾ പ്രിഫർ ചെയ്യുന്നത്. ഓക്കെ, എവിടെ കൊണ്ടുപോകും പാർക്ക് ചെയ്യാൻ നമ്മളെ കാര്യം കാറും ഇലക്ട്രിക് സ്കൂട്ടറുമായിട്ട് രണ്ടിന്റെ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ കോമറ്റ് തന്നെയാണ്. ഓക്കെ, അപ്പൊ അതാണ് സേഫ്റ്റി കൺസേണും പിന്നെ അതുപോലെ തന്നെ കുറച്ച് കാര്യങ്ങൾ നമുക്ക് മെഷർ ചെയ്യുന്നു എന്നുണ്ടെങ്കിൽ നമുക്ക് MG കോമറ്റ് ആണ് ഏറ്റവും നല്ല വണ്ടി എന്നാണ് ചേട്ടൻ പറയുന്നത്. കാരണം ഇപ്പം നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇപ്പം നമുക്ക് സ്കൂട്ടറോ അതുപോലെ തന്നെ 2 വീലറൊക്കെ ആണെങ്കിൽ നമുക്ക് ഏതിന്റെയും ഒരു ചെറിയ സ്പേസിന്റെ ഇടയിൽ കൂടെയൊക്കെ വേണമെങ്കിലും കൊണ്ടുപോകാം. അതുപോലെ തന്നെയാണ് കോമറ്റിന്റെ കാര്യം. എത്ര നമുക്ക് ചെറിയ സ്പേസ് ഉണ്ടെങ്കിലും നമുക്ക് ആ ഒരു സ്പേസ് കവർ അപ്പ് ചെയ്ത് നമുക്ക് പാർക്കിംഗ് കൺവീനിയൻസ്, അതുപോലെ തന്നെ അങ്ങനത്തെ കുറെ കാര്യങ്ങൾ MG കോമറ്റിനെ കൊണ്ടുള്ള ഉപയോഗം ഉണ്ട്. ഓക്കെ, അപ്പം നമുക്ക് വണ്ടിയുടെ സുവിശേഷതയിലേക്ക് പോകാം ചേട്ടാ. അപ്പം റോഡിലൊക്കെ ഓട്ടിക്കാനും പിന്നെ അതുപോലെ തന്നെ ഹൈവേയിൽ ഓട്ടിക്കാനും തമ്മിൽ ഡിഫറൻസ് കാണുമല്ലോ. അപ്പൊ എങ്ങനെയാണ് റോഡിലും ഹൈവേയും പിന്നെ അതുപോലെ തന്നെ ആവശ്യങ്ങൾക്കൊക്കെ പോകുമ്പോൾ? 3 മോഡൽ: ഈക്കോ, നോർമൽ, പവർ. അതുപോലെ റീജിയന് 3 മോഡൽ ഉണ്ട്. ഇത് രണ്ടിന്റെ കോമ്പിനേഷനിലാണ് നമ്മൾ മാക്സിമം റേഞ്ച് എക്സ്ട്രാക്ട് ചെയ്യാൻ പറ്റുന്നത്. സിറ്റിയിലാണെങ്കിൽ നോർമൽ ഇട്ട് റീജിയൻ ഹൈഡാണ്. കാര്യം ഷോപ്പ് ആൻഡ് ട്രാഫിക്കിൽ നമുക്ക് റീജിയൻ കൂടുതൽ യൂസ് ചെയ്ത് നമുക്ക് ചാർജ് കൂടുതൽ എക്സ്ട്രാക്ട് റേഞ്ച് കൂട്ടാൻ പറ്റും. റീജിയന്റെ യൂസ് ഉണ്ട്. സിറ്റിയില് കമ്പാരിറ്റീവ്ലി കുറച്ച് റേഞ്ച് കിട്ടുന്നത് 150 അറൌണ്ട് 150. നമ്മളെ വണ്ടിയുടെ ഡ്രോ റേഞ്ച് എത്രയാണ്? ഒറ്റ ചാർജിൽ അവർ എത്രയാണ് ക്ലെയിം ചെയ്യുന്നത്? എനിക്ക് 210 വരെ 230 ക്ലെയിംഡ് റേഞ്ച് പറയുന്നുണ്ട്. പക്ഷെ ഞാൻ ഒരു ഡ്രൈവ് കണ്ടീഷൻ വെച്ചിട്ട് 210 വരെ കിട്ടുന്നുണ്ട്. പക്ഷെ അതൊരു നല്ലൊരു കാര്യമാണ്. ആ ഒരു 210 കിട്ടുന്നത് ഒരു നല്ലൊരു കാര്യമാണ്. 210 കിട്ടിയെന്ന് വെച്ച് കഴിഞ്ഞാൽ 2-3 ഫാക്ടേഴ്സ് ഉണ്ട്. ടയർ പ്രഷർ 5 days ഒക്കെ പോകുമ്പോൾ ചെക്ക് ചെയ്യേണ്ടി. 36 ആണ് റെക്കമെൻഡ്. 36 തന്നെ കീപ്പ് ചെയ്താൽ നമുക്ക് റിയറും ബാക്കും എല്ലാം അങ്ങനെ 4 ടയറും 1 വീക്ക്
1 വീക്ക് സെക്യൂർ. ഓക്കെ, അപ്പം അങ്ങനെ നമ്മൾ നോക്കുകയാണെങ്കിലും നമുക്ക് ടൂ വീലർ വെച്ച് കമ്പയർ ചെയ്യണമെങ്കിലും ഏകദേശം സെയിം തന്നെയാണ്. ടയർ പ്രഷർ നമ്മൾ EV വരുമ്പോഴത്തേക്കും സെയിം കാര്യമാണ്. ഇപ്പൊ 2 വീലറിലായാലും 4 വീലറായാലും റേഞ്ചിനെ ബാധിക്കുന്ന ഒരു കാര്യമാണ്. നമ്മൾ അവർ പറഞ്ഞിരിക്കുന്ന അതേ ടയർ പ്രഷർ നമ്മൾ കണ്ടിന്യൂ ചെയ്ത് കഴിഞ്ഞാൽ വളരെ യൂസ്ഫുൾ ആയിരിക്കും, നല്ല റേഞ്ചും കിട്ടും. ചേട്ടാ, ഒരു നോർമൽ ക്വസ്റ്റ്യൻ ആണ്. എന്ന് പറയുമ്പോൾ നമ്മളിപ്പോൾ ഒരു പെട്രോൾ കാറുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ നമ്മൾ EVയിലേക്ക് വരുമ്പോഴത്തേക്കുള്ള ഡിഫറൻസ് എന്തായാലും കാണുമല്ലോ. അത് നമ്മൾ പെട്രോൾ നമുക്ക് വേറെ ഒന്നിനെ കുറിച്ച് ആലോചിക്കണം. നമ്മളൊരു ട്രിപ്പ് പോകുമ്പോൾ പെട്രോൾ ഫുൾ ടാങ്ക് അടിച്ച് നമ്മൾ പോയി വീണ്ടും റീഫിൽ ചെയ്യുന്നു. പക്ഷേ EVയിലേക്ക് വരുമ്പോൾ ഉള്ള ഡിഫറൻസ് എന്തായിരിക്കും ചേട്ടൻ? ഇപ്പൊ ഇത്രയും നാൾ കൊണ്ട് 6 മാസം കൊണ്ട് ഓട്ടിച്ചിട്ട് കിട്ടിയ ഒരു അനുഭവം എന്താണ്? ഫാസ്റ്റ് ചാർജിങ് ഓപ്ഷൻ ഉള്ള മോഡലുണ്ട്. ഞാൻ എടുത്തത് സ്ലോ ചാർജിങ്, ഹോം ചാർജിങ്. ചാർജ് ഹോം ചാർജിങ് ഉള്ള നമ്മളിപ്പം ഡ്രൈവർ പോണെങ്കിൽ നേരത്തെ കാൽക്കുലേറ്റ് ചെയ്യാം. EVസിലും 2 വീലർ ആയാലും സെയിം തന്നെയാണ്. നമ്മൾ പോകുമ്പോൾ ട്രിപ്പ് പ്ലാൻ ചെയ്യണം. ആ. ഇപ്പം ഫാസ്റ്റ് ചാർജിങ് ഉള്ളതാണെങ്കിൽ നമുക്ക് ഏതെങ്കിലും ചാർജിങ് സ്റ്റേഷനിൽ കൊണ്ട് ചാർജ് ചെയ്ത് ട്രിപ്പ് കംപ്ലീറ്റ് ചെയ്യും. പക്ഷെ നമ്മൾ പ്ലാൻ ചെയ്യുമ്പോൾ ആ റൂട്ടിൽ ഫാസ്റ്റ് ചാർജിങ് ഉള്ള റൂട്ട് പ്ലാൻ ചെയ്യണം. പെട്രോൾ വാഹനം ഇതുമായിട്ടുള്ള ഒരു മെയിൻ ഡിഫറൻസ് ആണ്. ഞാനും ഇപ്പൊ ഏതൊരു യൂസറാണ്, നിങ്ങൾക്ക് അത് അറിയായിരിക്കും. അതുകൊണ്ട് നമുക്ക് അറിയാം എങ്ങനെയാണ് പ്ലാനിങ് ചെയ്യേണ്ടത്. ഞാനിപ്പോൾ ഇവിടെ നിന്നൊക്കെ തമിഴ്നാട്ടിലൊക്കെ പോയിട്ടുണ്ട്. അപ്പൊ നമ്മളെ ഒരു ഇത് വെച്ചിട്ട് മീൻസ് ഒരു 80-100 കിലോമീറ്ററിനകത്തായിരിക്കും. അപ്പൊ അതിനിടയിൽ നമുക്ക് പ്ലാനിങ് വരുന്നുണ്ട്. അപ്പൊ അങ്ങനെ പ്ലാൻ ചെയ്ത് ഓട്ടിച്ചാൽ EVയുടെ ഒരു കാര്യത്തിൽ എന്തായാലും നമുക്കൊരു ഫൈനൽ ഡെസ്റ്റിനേഷനിൽ എത്താൻ പറ്റത്തുള്ളൂ. എവിടെയെങ്കിലും ലോങ് പോയിട്ടുണ്ടോ? അതുപോലെ തന്നെ ഞാൻ വീക്കിലി കൊല്ലം പോയി വരാം. അപ്പം കുറച്ച് നല്ലൊരു സ്ട്രെയിറ്റ് റോഡൊക്കെയാണ്. സ്ട്രെയിറ്റ് റോഡാണെങ്കിൽ ഹൈവേ ഡ്രൈവ് ചെയ്യുമ്പോൾ നമ്മളൊരു കിലോ വാട്ട് കൺസംഷൻ കാണും. 6 ഓടിച്ച് കഴിഞ്ഞാൽ മാക്സിമം റേഞ്ച് എക്സ്ട്രാക്ട് ചെയ്യാം. ഓക്കെ, അപ്പൊ നമ്മളെ വണ്ടിയുടെ ബാറ്ററി എത്ര കിലോ വാട്ടാണ്? 17 കിലോ പോയിന്റ്. ഓക്കെ, നമ്മള് 17 കിലോ വാട്ടിനാണ് ബാറ്ററി വന്നിരിക്കുന്നത്. റേഞ്ച് വന്നിരിക്കുന്നത് 230 ആണ് പറഞ്ഞിരിക്കുന്നത് അവര്. 150 to 200 പറഞ്ഞു കിട്ടും. നമ്മളൊരു റൈറ്റ് കണ്ടീഷൻ വെച്ചിട്ട് കിട്ടും. അതാണ് എനിക്ക് കിട്ടിക്കൊണ്ടിരുന്നത് 100 to 130. ഓക്കെ, 100 to 130 ആണ് ഇനിഷ്യലി കിട്ടിക്കൊണ്ടിരുന്നത്. പിന്നെ ഒരു EV ഡ്രൈവ് ചെയ്യാൻ ഐഡിയ മനസ്സിലാക്കിയപ്പം ലേണിംഗ് കർവ്. അത് എന്റെ ഫ്രണ്ട്സ് വർഷമായിട്ട് EV യൂസ് ചെയ്യാനായിട്ട് ഇവൻ ദോ ഞാൻ ഏതൊരു 4 കൊല്ലം 5 കൊല്ലം ഏതൊരു യൂസ് ചെയ്യുന്നുണ്ട്. 4 വീലർ വരുമ്പോൾ ഇറ്റ്സ് ഡിഫറെന്റ്. അത് ഒരു കുറച്ച് നാൾ എനിക്ക് വേണ്ടി വന്നത് ഒന്ന് കംപ്ലീറ്റ് എനിക്ക് ആ റേഞ്ച് എക്സ്ട്രാക്ട് ചെയ്ത് വേറെ ഒന്നുമില്ല. നമ്മൾ ഈ സഡൻ ആക്സിലറേഷൻ ഇത് ഭയങ്കര എൻഗേജിങ് ആണ്. വണ്ടിക്ക് ടോർക്ക്, നല്ല ടോർക്ക്. ഏത് മോഡൽ ഇട്ടാലും ഇൻസ്റ്റന്റ് ആണ്. ഡ്രാഗ് ഉണ്ട്, കാല് കൊടുക്കുന്ന ഉടനെ ഇൻസ്റ്റന്റ് ആയിട്ട് മനസ്സിലായി. ഇപ്പോഴും നമ്മള് ആ കിക്കില് നമ്മൾ എപ്പോഴാണ് ഓടിച്ച് ആ ഒരു ഫീല് നമുക്ക് കിട്ടാൻ വേണ്ടി എപ്പോഴും നമ്മൾ റേഞ്ച് അത് എഫക്ട് ചെയ്യും. ടോപ്പ് മോഡലിട്ടൊക്കെ ഓട്ടിച്ചങ്ങ് പോകും. സഡൻ ആയിട്ട് കൊടുക്കാതിരുന്നാൽ ഗ്രാജുവലി നമ്മൾ പ്രസ് ചെയ്ത് അതൊരു മേജർ ഇഷ്യൂ ആണ് കേട്ടോ. നമ്മൾ ഈ EVയിൽ വരുമ്പോഴത്തേക്കും സ്കൂട്ടറിലായാലും ത്രോട്ടിലും പിന്നെ അതുപോലെ തന്നെ 4 വീലറായാലും പെഡൽ കൊടുക്കുന്നതും എല്ലാം നമ്മൾ സ്മൂത്ത് ആയിരിക്കും. നമ്മൾ ഹൈ ത്രോട്ടിൽ അതുപോലെ തന്നെ ഹൈ പെഡലൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ ക്വിക്കായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഉള്ള ഇഷ്യൂ എന്ന് പറഞ്ഞാൽ നന്നായിട്ട് ബാറ്ററി ഡ്രെയിനിങ് വരും. അപ്പൊ നമ്മൾ ഗ്രാജുവലി ഒരു ചെറിയൊരു ഡിഫറൻസ് വെച്ചിട്ട് നമ്മൾ ചെറിയ സ്മൂത്ത് ആയിട്ടൊന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഒന്ന് എടുക്കുക, അത്രേ ഉള്ളൂ. വേറെ എന്തൊക്കെയാണ് ഏട്ടാ ഡിഫറൻസ്? ഇനി നമുക്ക് അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ 2 വീലർ 4 വീലർ വരുമ്പോൾ ഇല്ല, ഈ മെയിൻ ആയിട്ട് കിലോ വാട്ട് അവർ കൺസംഷൻ റിയൽ ടൈം കൺസംഷൻ അറിയാൻ പറ്റും. നമ്മൾ വിത്തിൻ ഒരു 6 കിലോ വാട്ട്സിൽ മെയിൻറ്റെയിൻ ചെയ്ത് കഴിഞ്ഞാൽ നല്ല റേഞ്ച് എക്സ്ട്രാക്ട് ചെയ്യാൻ. കോമറ്റിന്റെ ഓടിച്ചൊന്ന് നോക്കിയൊന്ന് ഓടിക്കേണ്ടി വരും. പിന്നെ വൺസ് യൂസ്ഡ് ആകുമ്പോൾ നമുക്ക് അത് നോക്കാതെ തന്നെ അറിയാൻ പറ്റും 6 കിലോ വാട്ട് നമ്മള് ഓടിക്കുന്നതെന്നുള്ളത്. അപ്പൊ ഒരു ലേണിംഗ് കർവാണ്. കുറച്ച് നാൾ ഓടിച്ചാലേ ഫസ്റ്റ് എടുത്തപ്പോഴും എനിക്ക് ഭയങ്കര ഡിസപ്പോയിന്റ് ഉണ്ടായിരുന്നു. കാര്യം 730 പറഞ്ഞിട്ട് എനിക്ക് 100-130 പിന്നെ അത് നമുക്കൊരു ലേണിംഗ് വേണം. ഒരു വെഹിക്കിൾ EV എടുത്തു കഴിഞ്ഞാൽ EV ഒന്ന് ലേൺ ചെയ്തെടുക്കാനായിട്ടൊരു ടൈം പോയി ഞാൻ ഇതേപോലെ കൺസേൺ പറഞ്ഞപ്പോൾ ബാറ്ററി ചെക്ക് ചെയ്ത് കംപ്ലീറ്റ്ലി ഓക്കെയാണ്. പിന്നെ ഞാൻ ഈ ഫോറംസ് ഒക്കെ വായിച്ച് പിന്നെ എന്റെ ഒരു ഫ്രണ്ട് ഒരു 3-4 വർഷമായിട്ട് ടാറ്റയുടെ EV യൂസ് ചെയ്യുന്നു. അപ്പൊ അവനാണ് കറക്റ്റ് എന്നെ ഗൈഡ് ചെയ്തത് എങ്ങനെയാണ് പെഡൽ നമ്മള് കൊടുക്കേണ്ടത് യൂസ് ചെയ്യേണ്ടത് എന്നൊക്കെ പറഞ്ഞ് ഇപ്പൊ അതിനുശേഷം എനിക്ക് അത്യാവശ്യം റേഞ്ച് കിട്ടുന്നുണ്ട്. തുടങ്ങി 150 to 200 എന്തായാലും കിട്ടുന്നുണ്ട്. മുമ്പ് നമ്മൾ ഫസ്റ്റ് എടുത്ത ടൈമിലേക്കാട്ടി കുറച്ചുകൂടി ഇതിനെ ഒന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോഴത്തേക്കും നമുക്ക് ഒരു ഐഡിയ കിട്ടി എങ്ങനെയാണ് ഡ്രൈവ് ചെയ്യണമെന്നുള്ളത്. പിന്നെ സ്പീഡ് ഒരു ഇതാണ്. ഒരു
6 കിലോവാട്ട് ഹൈവേയിൽ മാക്സിമം ബസ് ആണെങ്കിൽ ഒരു 75 6 മേളിൽ പോയാലേ 80 ആ റേഞ്ചിൽ അപ്പൊ നമ്മൾ 6 കിലോ വാട്ടാണ് നമുക്ക് MG കോമറ്റ് ഈ ഒരു വണ്ടിയിൽ നമുക്ക് കൂടുതലും മെയിൻറ്റെയിൻ ചെയ്യേണ്ട 6 കിലോ വാട്ടിന് ഉള്ളിൽ മാക്സിമം റേഞ്ച് കിട്ടും അവർ പറയുന്നത്. കേട്ടൊക്കെ വരുമ്പോൾ അത്യാവശ്യം കാല് കൊടുത്തിട്ട് 30 ആ റേഞ്ചിലൊക്കെ ഇവിടെ നോക്കി ഓടിക്കാനുണ്ട്. അതെ അതെ, നമ്മൾ അതുപോലെ തന്നെ ഈ സ്പീഡിന്റെ കാര്യം പറഞ്ഞപ്പോ തന്നെയാണ് വേറൊരു കാര്യം എനിക്കിപ്പോ ഓർമ്മ വന്നത്. നമ്മൾ ഈ MG കോമറ്റ് ടോപ്പ് സ്പീഡ് എത്രയാണ്? 110 വരെ എന്തോ പോകും. 110 വരെ എന്തോ പോകും. അങ്ങനെ റിയൽ ടൈമില് നോക്കിയിട്ടില്ല അല്ലേ? 100 പോയിട്ടുണ്ട്. 100 പോയിട്ട് വേറെ പോകും ഓവർടേക്സ് ഒക്കെ വരുമ്പോൾ. അല്ലെങ്കിൽ ഞാൻ ഹൈവേയിൽ 2 ലൈനിലാണ്, ഈ ഇടത്തെ ലൈനിൽ പോകും. ഇപ്പുറത്ത് 70 പോകും, ബാക്കി മനസ്സിലായി. അപ്പം നമ്മളിപ്പോ സ്പീഡിൽ പോണ ഒരു കാര്യം ചോദിച്ചു. അപ്പൊ നമ്മൾ ഈ ഹൈവേയിലൊക്കെ സ്പീഡിൽ പോകുമ്പോൾ വണ്ടിയുടെ ഒരു എർഗണോമിക്സ് വെച്ചിട്ട് എങ്ങനെയൊക്കെയാണ് സ്റ്റെബിലിറ്റി കിട്ടുന്നുണ്ടോ? അതുപോലെ തന്നെ നല്ല സ്റ്റേബിൾ, ചെറിയ വണ്ടി എന്ന് പറഞ്ഞ വിഷയം വരുന്നില്ല, കുറച്ച് ബോഡി റോഡ് വരും, കുറച്ച് പ്രശ്നം വരും. പക്ഷേ വണ്ടി നല്ല സ്റ്റേബിൾ ആണ്. നല്ല ചെറിയ വണ്ടിയാണെന്ന് കരുതിയിട്ട് അങ്ങനെ വേറെ വിഷയങ്ങളൊന്നും വരത്തില്ല. നമുക്ക് എല്ലാവർക്കും സജസ്റ്റ് ചെയ്യാം. ഇപ്പം ബഡ്ജറ്റ് സ്പേസ് ഇല്ലാത്തവർക്കൊക്കെ ആണെങ്കിലും പറയാം ഈ ഒരു വണ്ടി പ്രഥമ ദൃഷ്ടിയ കാണുമ്പോഴും ചെറിയൊരു വണ്ടിയാണ്, പക്ഷേ ഒരു 5 പേർക്ക് സുഖമായിട്ട് ഇരിക്കാൻ പറ്റും. ഒരു നോർമൽ സൈസ് 5 പേർക്ക് ഇരിക്കാൻ പറ്റും. അത് പറഞ്ഞപ്പോ തന്നെ നമുക്ക് ഇതിൽ കയറുമ്പോൾ ഫസ്റ്റ് സിംഗിൾ ഡോർ ആണ് വരുന്നത്. സിംഗിൾ ഡോർ എന്ന് പറഞ്ഞാലും നമുക്ക് 2 സൈഡ് ഓപ്പൺ ചെയ്യാൻ പറ്റും. റിയറിൽ ഇരിക്കണമെങ്കിൽ ഫ്രണ്ട് സീറ്റ് സ്ലൈഡ് ചെയ്ത് ചരിച്ചിട്ട് വേണം ആൾക്കാർ. അതൊരു പോരായ്മയാണ് അല്ലേ? നമ്മള് ഫ്രണ്ട് കയറുന്ന വിഷയമില്ല, ജസ്റ്റ് ഡയറക്റ്റ് തുറക്കുക, കയറുക. അതിപ്പം കുറച്ച് പ്രായവർക്ക് അതിലോട്ട് കയറാൻ ആ ഒരു ബുദ്ധിമുട്ടേ ഉള്ളൂ. കയറി കഴിഞ്ഞാൽ നല്ല രീതിയിൽ അപ്പൊ നമ്മൾ യൂസ് ടു ആവാൻ വേണ്ടിട്ട് ഒരു വണ്ടി എടുത്തൊരു മാസം ആവൂല്ലേ? ഒരു മാസം എടുക്കുമല്ലേ എല്ലാം കൂടെ? പുറകിൽ ആളെ കയറ്റണമെങ്കിൽ ഡ്രൈവർ സീറ്റിലുള്ള ആളെ തന്നെ. കാര്യം ഇപ്പുറത്തിരിക്കുന്നവരെ കാട്ടി നമുക്ക് അത് കുറച്ചും കൂടെ വലിച്ച് നമുക്ക് ഓക്കെ. ഇനി നമുക്ക് ഇതിന്റെ സേഫ്റ്റിയിലേക്ക് വരാം. സേഫ്റ്റിയും ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കുമ്പോഴേക്കും ചേട്ടാ, ഇതില് കാറാണല്ലോ, കാറാകുമ്പോൾ നമുക്ക് സേഫ്റ്റി ആയിട്ട് ഫസ്റ്റ് നോക്കുന്നത് എയർ ബാഗാണ്. MG കോമറ്റിൽ എത്ര എയർ ബാഗാണ് ഉള്ളത്? വണ്ടിക്ക് 2 എയർ ബാഗ് വരുന്നുണ്ട്, ഡ്രൈവറിനും കോ പാസഞ്ചറിനും. പക്ഷെ വണ്ടി അത്യാവശ്യം നല്ല വെൽ ബിൽഡാണ്. അപ്പൊ നമുക്ക് ഓൺലൈൻ നോക്കിയാൽ തന്നെ അറിയാം, യൂട്യൂബിലൊക്കെ നോക്കിയാൽ ഈ ക്രാഷ് ഒക്കെ ആയിട്ടുള്ള വേറെ വണ്ടിയോട്ടൊക്കെ തട്ടിയിട്ടുള്ള ഇതിൽ മിനിമൽ ഡാമേജേ വരുന്നുള്ളൂ. പിന്നെ ഒരു ഇടയ്ക്ക് ആന്ധ്രാപ്രദേശില് ഒരു മരം വന്ന് എന്റെ മുകളിൽ വീണു. പക്ഷെ അത് നമുക്ക് കണ്ടാ അറിയാൻ പറ്റും, അധികം വണ്ടി ഇതായിട്ടില്ല. വണ്ടി നല്ല വെൽ ബിൽഡ് ആണ്. ബാക്കിയുള്ള വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ മാരുതി വെച്ച് കമ്പയർ ചെയ്യണമെങ്കിൽ വെൽ ബിൽഡ് ആണ്. മാരുതി കുറച്ചുകൂടെ കോസ്റ്റ് കോൺഷ്യസ് ആയിട്ട് ചെയ്യണോണ്ടായിരിക്കാം. പക്ഷെ ഇത് അത്യാവശ്യം വെൽ ബിൽഡ് ആണ്. പിന്നെ ഇതൊരു 6 കൊല്ലം മുമ്പേ ചൈനയിൽ ഇൻട്രൊഡ്യൂസ് ചെയ്ത് കൂളിംഗ് എയർ എന്ന് പറഞ്ഞ് സെയിം വണ്ടി. അതിന്റെ ഒരു റീക്രിയേറ്റഡ് വേർഷൻ അല്ല, സെയിം വാഹനമാണ്. MSW ആണ് എന്റെ വിശ്വാസം. അവരെ പാർട്ണർഷിപ്പിലാണ് MG ഇവിടെ ഇറക്കുന്നത്. സെയിം വണ്ടി തന്നെയാണ്. സെയിം വണ്ടി 6-7 വർഷമായിട്ട് ചൈനയിലുണ്ട്. അത്യാവശ്യം വെൽ ബിൽഡ് വണ്ടിയാണ്. ചേട്ടാ, ലെറ്റ്സ് ടോക്ക് അബൌട്ട് ദ പർച്ചേസിംഗ് എക്സ്പീരിയൻസ് ടു ദ സർവീസ് ജേർണി. ഒന്ന് അതിനെ കുറിച്ചൊന്ന് മെൻഷൻ ചെയ്യാം. ബൈയിങ് എക്സ്പീരിയൻസ് നല്ലതായിരുന്നു. ചാക്കയെന്നാണ് ഫോർച്യൂൺ MG ചാക്ക ഡീലർഷിപ്പിൽ നിന്നാണ് വണ്ടി എടുത്തത്. നമ്മൾ ഹൈവേയിലെ തൊട്ട് താഴെയാണ് വന്നിരിക്കുന്നത്. ടെസ്റ്റ് ഡ്രൈവ് അവിടെ നിന്നാണ് ചെയ്തത്. വണ്ടി വാങ്ങുന്ന സമയത്ത് 2 വണ്ടി കൺസിഡർ ചെയ്തു, കോമറ്റും ടിയാഗോയും. രണ്ടും സെയിം റേഞ്ച് ആണ് എന്ന് പറയുമ്പോൾ ഒരു പ്രൈസ് ഡിഫറൻസിൽ അല്ല, ആക്ച്വലി അത് അങ്ങനെയാണ് ഞാൻ കരുതിയിരുന്നത്. ടിയാഗോയില് 2 ഓപ്ഷൻ ഉണ്ട്, മീഡിയം റേഞ്ചും ഉണ്ട്, ഹൈ റേഞ്ച്. മീഡിയം റേഞ്ചും ബാറ്ററി കപ്പാസിറ്റി കൂടിയ ഒരു മോഡലും ഉണ്ട്. ആക്ച്വലി അതിനാണ് MG കോമറ്റും ആയിട്ടുള്ള ഒരു അത് 225 ഒക്കെ 2 റേഞ്ച് കിട്ടും. ലോ റേഞ്ചിന് 150 നമുക്ക് കിട്ടത്തുള്ളൂ. അപ്പോഴ് MG കൺസിഡർ ചെയ്യാൻ അതൊരു ഫാക്ടറായി. പിന്നെ അതൊരു നോർമൽ കാർ പോലെ പാർക്കിംഗ് കുറച്ചും കൂടെ എളുപ്പം ഇതായിരിക്കും, കയറാനും ഇറങ്ങാനും എളുപ്പം MG ആയിരിക്കും. അപ്പൊ എന്തുകൊണ്ടും ഒരു 2 വീലർ ഇപ്പം ഈ ഒരു പ്രശ്നം ഉണ്ടായതിനു ശേഷം കോമറ്റ് തന്നെ എടുക്കാന്നൊന്നും കരുതി. സേഫ്റ്റിയാണ് കോമറ്റാണ് മനസ്സിൽ കരുതിയത്. ഇടയ്ക്ക് ഒന്ന് ജസ്റ്റ് മാറി ചിന്തിച്ചു. പക്ഷെ പിന്നെ നമുക്ക് എന്തായാലും ഒരു ചെറിയൊരു കാർ വേണം. ഞാൻ പറഞ്ഞില്ലേ, കൂട്ടർ പോലത്തെ ഒരു കാറാണ്. നമ്മൾ ഡയറക്റ്റ് ഡോർ തുറന്ന് കയറി സെയിം ഒരു ലെവലിലാണ്. ടിയാഗോ ആണെങ്കിൽ നമ്മൾ താഴെ കാർ നോർമൽ എന്താണോ ആ ഒരു കാറിൽ ഇരിക്കുന്ന പോലെ വരും. പിന്നെ കുറച്ചുകൂടെ വലിപ്പമുള്ളത് കൊണ്ട് പാർക്കിങ്ങിന്റെ വിഷയം വരും. പിന്നെ വേറൊരു മെയിൻ അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഈ ഡ്രൈവർ സൈഡ് ചേർത്ത് എവിടെയെങ്കിലും പാർക്ക് ചെയ്തിട്ട് ഈസിലി തുറക്കാൻ പറ്റും. ഇപ്പുറത്തെ ഡോറിൽ വഴി നമുക്ക് ഇറങ്ങാൻ പറ്റും. ഏതെങ്കിലും വാളിനോട് ചേർത്താണെങ്കിൽ നമുക്ക് അപ്പുറത്തെ സൈഡിൽ കൂടെ ഇറങ്ങാനും. കാര്യം നടുക്കൊന്നും അങ്ങനെയൊന്നും വരുന്നില്ല. അപ്പൊ അത് കുറച്ചുകൂടി എളുപ്പമായിട്ടാണ്. അതൊരു എപ്പോഴും അത് യൂസ് ചെയ്യാം. ആ ഒരു
കൺവീനിയൻസ് ഞാൻ യൂസ് ചെയ്യാറുണ്ട്. Okay, നമ്മൾ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞല്ലോ. ഇനി നമുക്ക് വണ്ടിയുടെ സർവീസ് മെയിൻ്റെനൻസിനെ കുറിച്ച് തിരക്കി വെക്കാം. ചേട്ടാ, എങ്ങനെയാണ് വണ്ടിയുടെ സർവീസ് മെയിൻ്റെനൻസും എല്ലാം? സർവീസ് വരുന്നത് ഫസ്റ്റ് 1000, പിന്നെ 5000, പിന്നെ 10,000, പിന്നെ എവറി 10,000, ലൈക്ക് 10,000 കഴിഞ്ഞാൽ 20, 30 അങ്ങനെ. ബാക്കിയെല്ലാം 10 വെച്ചിട്ട് കാൽക്കുലേറ്റ് ആവും. അപ്പം എങ്ങനെയൊക്കെയാണ് കോസ്റ്റ് വരുന്നത് ഫസ്റ്റ് സർവീസിലൊക്കെ? കോസ്റ്റ് കൺസ്യൂമബിൾസ് പറഞ്ഞാൽ AC ഫിൽറ്റർ അങ്ങനത്തെ സാധനങ്ങളൊക്കെ ചെറിയ ഓയില് അങ്ങനെയൊന്നും ഇല്ലല്ലോ. AC ഫിൽറ്റർ. പക്ഷെ അവര് ഈ ഷോറൂംകാര് റോഡ് ആൻഡ് പ്രൊട്ടക്ഷൻ, അണ്ടർ ബോഡി പ്രൊട്ടക്ഷൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് 5000 രൂപ ഒരു എസ്റ്റിമേറ്റ് തരാം ആദ്യം. നമ്മള് അതൊന്നും ആവശ്യമില്ലാത്ത കാര്യങ്ങളാണ്. വേറെ അതേപോലത്തെ സിമിലർ ആയിട്ടുള്ള ആവശ്യമില്ലാത്തത് വെച്ച് ഒരു 5,000 മാറ്റി കഴിഞ്ഞാൽ നമുക്ക് എങ്ങനെയാലും ഞാൻ പറയാണ്ട് വേണ്ടെന്ന് പറഞ്ഞു. അറൌണ്ട് 2,000 എല്ലാ സർവീസും 2,000 വരും. അത് വെച്ച് കമ്പയർ ചെയ്യുമ്പോഴത്തേക്കും ഇതാണ് ഫാർ ബെറ്റർ എന്നാണ് പറയുന്നത് അല്ലേ? ഓക്കെ, നെക്സ്റ്റ് വന്നിട്ട് നമുക്ക് വണ്ടിയുടെ ചാർജിങ്ങിനെ കുറിച്ച് നമുക്ക് അന്വേഷിക്കാം. ചേട്ടാ, ചാർജിങ് എങ്ങനെയാണ്? പകല് ചാർജ് ചെയ്യുന്നതാണോ അതോ ഈ പകൽ ഫുൾ ഓടിയിട്ട് രാത്രി വന്ന് ചാർജ് ചെയ്യുന്നതാണോ? ഏതാണ് നല്ലത്? നമ്മള് പിന്നെ നോർമലി വേറൊരു കാര്യം കൂടെ ഉണ്ട്. നമ്മൾ രാത്രി ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കറണ്ട് ബില്ല് കൂടുമെന്നുള്ളൊരു 10 മണിക്ക് ശേഷം ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ കുറവാണ്. 10 മണിക്ക് ശേഷം അപ്പോഴാണ് ഞാൻ പോയി സാധാരണ ഒരു ചാർജിൽ എനിക്ക് 2-3 ദിവസം ഓടും. 2-3 ദിവസം അങ്ങനെ ചെറിയ ഓട്ടോ ആണെങ്കിൽ അത് ധാരാളം. ഞാൻ പറഞ്ഞില്ലേ 150 to 200 നോർമലി എനിക്ക് ആ ഒരു മിക്സ് ഇതിൽ കിട്ടുന്നുണ്ട്. ലോങ് പോകുമ്പോൾ മാത്രം രാത്രി ചാർജ് ചെയ്ത് അന്ന് പോയി വന്ന് കൊല്ലത്തൊക്കെ പോയിട്ട് വരുമ്പോൾ 20 to 30% റിമൈനിങ് ആണ്. ചിലപ്പോ അത് വെച്ച് അടുത്ത ദിവസം ഓടിയിട്ടുണ്ട്. ബാക്കി വെച്ചിട്ട് സിംഗിൾ ഡിജിറ്റ് ചാർജ് ഒക്കെ പറഞ്ഞ ഒരു 10% കഴിഞ്ഞ് കഴിഞ്ഞാൽ AC കട്ടാവും. 10% ആകുമ്പോൾ AC 10% ചാർജ് പിടിക്കാനായിട്ട് അത് കുറച്ചുകൂടി കിട്ടാനായിട്ട് ശ്രമിക്കും ഓട്ടോമാറ്റിക്. ഓക്കെ, അപ്പൊ നമുക്ക് ചാർജിങ് ടൈം എത്രയാണ് വന്നിരിക്കുന്നത്? ചാർജിങ് എന്റെ 0 to 100 സ്ലോ ചാർജിങ് വേർഷൻ ആണ്. ഫാസ്റ്റ് ചാർജിങ് വേർഷൻ ഉണ്ട്. പക്ഷെ ഫാസ്റ്റ് ചാർജിങ് DC ഇല്ല, AC ഉള്ളൂ. DC ഇപ്പൊ ഇത് കമ്പാരിറ്റീവ്ലി സ്ലോ ആണ്. ഫാസ്റ്റ് ചാർജിങ്ങിന് 3.5 hours ആണ് പറയുന്നത്. 3.5 സ്ലോ ചാർജിങ് 7 hours. അപ്പൊ നമ്മള് 0 to 100 ആണെങ്കിൽ ഇപ്പൊ നമുക്ക് രാത്രി ഉറങ്ങുന്ന ടൈം മതി. രാവിലെ എണീക്കുമ്പോൾ വണ്ടി ചാർജ് 0 ആവുന്നില്ലല്ലോ. മിക്കവാറും ഞാൻ കുത്തുമ്പോഴൊരു 20 to 15% രാവിലെ ആകുമ്പോൾ ഫുൾ ചാർജ്. അപ്പൊ നമുക്ക് എന്തുകൊണ്ട് അതായിരിക്കും നല്ലതെന്ന് തോന്നുന്നു. അങ്ങനെ അത് ആദ്യം ആകുമ്പോൾ പിന്നെ നമുക്ക് ആ ഒരു ഗെറ്റിംഗ് യൂസ് ടു എല്ലാം യൂസ് ആവും. വിഷയം വരുന്നില്ല. ചേട്ടാ, ഇത്രയും ഒരു ചെറിയൊരു വണ്ടിയായിട്ട് ചേട്ടൻ ഇതില് ബൂട്ട് സ്പേസ് കുറച്ച് പോരായ്മയായിട്ട് തോന്നിയിട്ടില്ലേ? ഇല്ല, കാര്യം ബാക്ക് സീറ്റ് ഫോൾഡ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സ്പേസ് കിട്ടും. അപ്പൊ ടിയാഗോയിലാണെങ്കിൽ ഫോർ എക്സാമ്പിൾ അങ്ങനെ ഫോൾഡ് ചെയ്തിട്ടാലും ഇതില് ആക്സസിബിലിറ്റി ഉണ്ട്. തുറന്നിട്ടാൽ നല്ല ഫ്ലാറ്റ് ആയിരിക്കും, നമ്മളെ കൈ നല്ല രീതിയിൽ ലോഡ് ചെയ്യാൻ പറ്റും. അത്യാവശ്യം സ്പേസ് ഉണ്ട്. ഇതിനകത്ത് വെച്ച് കഴിഞ്ഞാൽ അതിന്റേതായ സ്പേസ് ഉണ്ട്. അതിന്റേതായ ഒരു സ്പേസ് സീറ്റ് മടക്കിയിട്ട് ഒരു പോരായ്മയായിട്ട് കണക്കാക്കുന്നില്ല, എനിക്ക് തോന്നിയിട്ടില്ല. ഓക്കെ, അപ്പം നല്ല യൂസ് ടു ആണ്. ചേട്ടാ, ഇപ്പൊ ഓവറോൾ ഇപ്പം വണ്ടി ഇപ്പൊ എടുത്തിട്ട് 6 മാസം ആയല്ലോ. ഇപ്പൊ ഇതുവരെയുള്ള എക്സ്പീരിയൻസ് ഒക്കെ എന്താണ്? എത്ര കിലോമീറ്റർ ഓടി? ഞാനിപ്പോ ടോട്ടൽ 11,000 കിലോമീറ്റർ ഓടി. അത്യാവശ്യം ഓട്ടോ ഉണ്ട്. ഞാൻ യൂസ് ചെയ്യും, എന്റെ ബ്രദർ യൂസ് ചെയ്യും, എന്റെ വാപ്പ യൂസ് ചെയ്യും. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു വണ്ടി. എല്ലാവർക്കും നല്ല ഇഷ്ടപ്പെട്ടു. കംഫർട്ടാണ്. എല്ലാരും അടി വയ്ക്കും എടുത്തോണ്ട് പോകാൻ വേണ്ടിയിട്ട്. അപ്പൊ നല്ല എക്സ്പീരിയൻസ് ആണ്. സസ്പെൻഷൻ വന്നിട്ട് കുറച്ച് സോഫ്റ്റ് സൈഡാണ്. പക്ഷെ ഈ ചെറിയ ബമ്പൊന്നും നമ്മൾ അറിയത്തില്ല. പക്ഷെ നല്ല ഹാർഡ് പോട്ടോൾസ് ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് ബോട്ടം ഔട്ട് ചെയ്യും. ഇപ്പൊ ഒരു ഇടി കിട്ടും പോലെ. എന്നാലും ചെറുതൊക്കെ ആണെങ്കിലും നമുക്ക് ചെറുത് നോർമൽ സിറ്റിയിലൊക്കെ നല്ല കംഫർട്ടബിൾ ആണ്, നല്ല സുഖമാണ്. ഈ ഒരു കുലുക്കമോ ബോഡി റോളോ അങ്ങനെയൊന്നുമില്ല. നല്ല സ്മൂത്ത് റൈഡിങ് ആണ്. പിന്നെ അത്യാവശ്യം പവർ ഉണ്ട്. അതുപോലെ തന്നെ നമ്മളെ റോഡിൽ സ്പീഡ് ബ്രേക്കർ ഉണ്ടല്ലോ. അപ്പൊ അതൊക്കെ വരുമ്പോഴും എങ്ങനെയാണ് ആ ഒരു സസ്പെൻഷന്റെ ഒക്കെ ഇത്? സ്പീഡ് ബ്രേക്കർ ഞാൻ സ്ലോ ഡൗൺ ചെയ്ത് സ്പീഡാണെങ്കിൽ കുറച്ച് ചാട്ടം വരും. ഇല്ല, നല്ല എന്നാലും ഓവറോൾ നല്ല സ്മൂത്ത് ആയിട്ടാണ് പോകുന്നത്. പിന്നെ വലിയ കട്ടറാണെങ്കിൽ ഇടി കിട്ടും, നല്ല ഇടി ഫീൽ ചെയ്യും. ഫോട്ടോസ് ഒക്കെ നോക്കി ഓടിച്ചു കഴിഞ്ഞാൽ വേറെ വിഷയമൊന്നും വരുന്നില്ല. അപ്പം ചേട്ടൻ പറഞ്ഞു വരുന്നത് ഈ ഒരു വണ്ടി ഇപ്പൊ നമുക്ക് ബാക്കിയുള്ള ഇപ്പം ഇതേപോലത്തെ യൂസ് ഉള്ളവർക്ക് എന്ന് വെച്ചാൽ എന്ത് തരം ആളുകൾക്കായിരിക്കും സജസ്റ്റ് ചെയ്യാൻ കൂടുതൽ പറയുന്നത്? മീൻസ് എന്ത് യൂസ് ഉള്ള ആളുകൾക്കായിരിക്കും ചേട്ടൻ്റെ ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ട്? അപ്പൊ എനിക്കറിയാവുന്ന എന്റെ ഫ്രണ്ട്സ് ഒരുപാട് പേരുണ്ട്. അവർക്ക് ഈ സ്കൂട്ടർ കൺവീനിയൻസ് നോക്കി പ്രിഫർ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ളവർക്ക് വെയിൽ കൊള്ളണ്ട, മഴ കൊള്ളണ്ട, അങ്ങനെയുള്ള യൂസിന് എന്തുകൊണ്ടും നല്ല ഇതാണ്. പക്ഷെ വില എനിക്ക് ഒരു 9 lakh rupees ആയി.
പക്ഷേ അത്രയും കൊടുത്തെടുക്കാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഫ്യൂവലില് അത് ലാഭിക്കാം. പിന്നെ വീട്ടില് സോളാർ ഉണ്ടെങ്കിൽ അതും സോളാർ ഉണ്ടെങ്കിൽ കറണ്ടിന് കാശാവില്ല. അപ്പം മൊത്തത്തിൽ ലാഭമാണ്. സർവീസിന് വലിയ പൈസ ആവുന്നില്ല. അപ്പൊ ഇതൊക്കെയാണ്. അപ്പം എന്തുകൊണ്ടും MG കോമറ്റ് ഒരു പോസിറ്റീവ് ഫീലാണ് നമുക്ക് ചേട്ടനിൽ നിന്ന് കിട്ടുന്നത്. മീൻസ് ഇപ്പം ബാക്കിയുള്ളവർക്ക് അതിനാ ഞാൻ സജസ്റ്റ് ചെയ്യാമോ എന്ന് ചോദിച്ചു. അപ്പൊ ചേട്ടൻ പറയുന്നു ഫാർ ഒരു സ്കൂട്ടർ ഇപ്പം നന്നായിട്ട് ഒരു ചെറിയൊരു 3-4 മെമ്പർ ഫാമിലിക്ക് ഏറ്റവും പറ്റിയ 3-4 പേരുള്ള ഒരു ഇത് ഫാമിലി ഏറ്റവും ബെസ്റ്റ് ആണ്. ചെറിയ കൊച്ചു പിള്ളേരൊക്കെ ഉള്ളവർക്ക് ഫാർ ബെറ്റർ. നല്ലൊരു ഓപ്ഷനാണ്. അപ്പം എന്തായാലും ഇത്രയും ഒരു എക്സ്പീരിയൻസ് വെച്ചിട്ടാണെങ്കിൽ ഇപ്പൊ എനിക്കിത് കേട്ടിട്ട് എനിക്കിപ്പോ ഇത് ഇഷ്ടമായി. അപ്പൊ നിങ്ങളുടെ ഫീലിങ്സും തോട്ട്സും എന്താണെന്നുള്ളത് നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. ഓക്കെ, എന്തായാലും നമ്മളപ്പോ വണ്ടിയുടെ കാര്യങ്ങളും ബാക്കി എല്ലാം ഓവറോള് നമ്മളിത് അറിഞ്ഞു കഴിഞ്ഞിരിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ കൂടെ ഇന്ന് ഉണ്ടായിരുന്നത് എന്റെ ഒരു ബ്രദറാണ്. നമ്മുടെ ബ്രദർ എന്ന് പറയാൻ കാരണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഏതൊരിടത്ത് പരിചയപ്പെട്ട ആളുകളാണ് അല്ലെ. നമുക്കൊരു ഗ്രൂപ്പ് പണ്ടുണ്ടായിരുന്നു, ആ ഗ്രൂപ്പ് വഴിയൊക്കെ പരിചയപ്പെട്ട ഒരു ചേട്ടനാണ്. അപ്പം ചേട്ടൻ ഇപ്പൊ ഒരു EV അല്ലെങ്കിൽ ഒരു ഓട്ടോമോട്ടീവ് എന്തൂസിയാസ്റ്റും കൂടിയാണ്. ഇപ്പൊ ചേട്ടൻ തന്നെ വേറൊരു ബൈക്കും കൂടെ ഉണ്ട്. ഒരു ബൈക്കിന്റെ വീഡിയോ അത് ഇനി ഫ്യൂച്ചറിൽ വരും, അത് നമുക്ക് പതിയെ ചെയ്യാം. ഇപ്പൊ എന്തായാലും കോമറ്റിനെ കുറിച്ചുള്ള കാര്യങ്ങളും എല്ലാം ചേട്ടൻ പറഞ്ഞു തന്നു. പിന്നെ ചേട്ടൻ എന്താണ് ഒന്ന് ജസ്റ്റ് പറയാനുള്ളത്? ഇപ്പം ഇതിലേക്ക് വന്നൊരു എക്സ്പീരിയൻസ് നമ്മുടെ വീഡിയോയിൽ വന്നു. വീഡിയോയിൽ വന്ന് നല്ല എക്സ്പീരിയൻസ് ആണ്. എനിക്ക് രാമനാഥുമായിട്ട് ഷെയർ ചെയ്യാൻ പറ്റിയ ഒരു ഇന്റർവ്യൂ ആയിട്ട് തോന്നിയില്ല. നമ്മൾ കാഷ്വൽ ആയിട്ട് എനിക്ക് ഷെയർ ചെയ്യാൻ പറ്റിയതിൽ വളരെ സന്തോഷം. താങ്ക് യു. ഓക്കെ, നമുക്ക് ഇനിയും ഇതേപോലത്തുള്ള വീഡിയോകളായിട്ട് വീണ്ടും കാണാം. നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ എന്ന് പറയുന്നത് ചേട്ടന്റെ ഷോപ്പാണ്. ആ ഒരു ഷോപ്പിലാണ് നമ്മൾ വന്നിരിക്കുന്നത്. തിരുവനന്തപുരത്ത് കുമാരപുരത്ത് ബോബ ബ്ലൈൻഡ് എന്നാണ് ഷോപ്പിന്റെ പേര്. ചേട്ടാ ഇവിടെ എന്തൊക്കെയാണ്? നമ്മൾ മെയിൻലി ബബിൾ ടീ കഫേയാണ്, കഫേ പോലെയാണ്. അപ്പം നമ്മൾ ഷൂട്ടിംഗ് ലൊക്കേഷൻ ഇതായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് കാര്യങ്ങൾ. നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഇതേപോലെ ഫുഡ് ഐറ്റംസോ ബാക്കി ബോബയോ അങ്ങനെ എന്തെങ്കിലും വേണമെങ്കിൽ ഇവിടെ വന്നാൽ മതി. പുള്ളി ഇവിടെ തന്നെ കാണുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോ എൻഡ് ചെയ്യാം. അപ്പോൾ കണ്ടല്ലോ, ഇതാണ് നമുക്ക് MG കോമറ്റിനെ കുറിച്ച് പറയാനുള്ളത്. നിങ്ങൾക്ക് തോട്ട്സോ ബാക്കി കാര്യങ്ങൾ എന്തുണ്ടെങ്കിലും നിങ്ങൾ താഴെ കമന്റ് ആയിട്ട് അറിയിക്കുക. എന്നാലേ എനിക്ക് നെക്സ്റ്റ് ഒരു വീഡിയോ ചെയ്യണമെന്നുണ്ടെങ്കിലും അതിനൊരു പ്ലാനിങ് ഇടാൻ പറ്റത്തുള്ളൂ. ഇനി തുടർന്നും ഇതേപോലത്തുള്ള വീഡിയോ ലഭിക്കാനായിട്ട് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക. ഇറ്റ്സ് മീ രാംനാഥ് സൈനിങ് ഓഫ്.